ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ ആരെക്കുറിച്ചാണോ റിയാക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ റിയാക്ഷൻ ചെയ്യുന്നത് ആ വ്യക്തികൾ സമൂഹത്തിൻ്റെ മുന്നിൽ വെറുക്കപ്പെടാണ്ടി പാടില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാണ്ടി പാടില്ല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പല റിയാക്ഷൻ വീഡിയോയും ചെയ്യാറുള്ളത്. പക്ഷേ കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ഹെയ്റ്റ് സ്പീച്ചാണ് പറയുന്നത്. ആ ഒരു വ്യക്തിനെ സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്തിട്ടാണ് അവരുടെ വീഡിയോസ്. അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ച് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. മൈൻഡിലായിരിക്കും അന്നേ ദിവസമെങ്കിലും അല്ലെ, ആ ഒരു പ്രാർത്ഥന ദിവസമെങ്കിലും അയാളുമായിട്ടുള്ള നമ്മുടെ ഓർമ്മകൾ ആലോചിച്ച് ആ വ്യക്തിയുടെ കൂടെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മൾ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസമെങ്കിലും വിഷമിച്ചിരിക്കും. അത്രയ്ക്ക് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ മാത്രം. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ അപ്പം ഇതില് രേണുസുധിയുടെ ആ ഒരു സുധിച്ചേണ്ട ഓർമ്മ ദിവസത്തിൽ രേണുസുധിയുടെ ആ ഒരു ഓർമ്മ ദിവസം എങ്ങനെയാണ് അതിലെ ചടങ്ങുകൾ എന്നുള്ള വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ ഉണ്ടാവും, അരമണിക്കൂർ പോലും ഇല്ല. അപ്പോൾ ആ ഒരു അരമണിക്കൂർ വീഡിയോ കണ്ടിട്ടാണ് ഈ പറയണത് ഒരാളുടെ മരണ ദിവസം ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, മനസ്സിലായേ? ആ വീഡിയോ കണ്ടതിന് ശേഷം ആ വ്യക്തി എങ്ങനെയാണ് ആ ഡേ സ്പെൻഡ് ചെയ്യുന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അതിന് തലേ ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ഇത് ജസ്റ്റ് ആ ഒരു അരമണിക്കൂറിലെ പോലില്ലാത്ത വീഡിയോ കണ്ടിട്ടാണ് ഇവന് പൊട്ടത്തരങ്ങൾ പറയണത്. നമുക്ക് ബാക്കി എന്തൊക്കെയാണ് പറയണത് നോക്കാം. ായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് എന്തോ പോലെയൊക്കെ തോന്നും. എൻ്റെ അടുത്ത് ഈ സമൂഹത്തിൽ ഉന്നത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അടക്കം വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. ഞാൻ ആരാ എന്താണെന്നൊന്നും പറയത്തില്ല, പക്ഷെ ആ വ്യക്തി അടക്കം എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇത് എന്ത് കോപ്രായമാണ് ഈ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊല്ലം സുധി മരിച്ചിട്ട് എത്ര വർഷമായി കാണും എല്ലാവർക്കും അറിയാം. മരിച്ചതിന് ശേഷം പ്രാർത്ഥന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എങ്ങാണ്ടാണ്, കഴിഞ്ഞെന്ന് തോന്നുന്നു, ഇന്നലെയോ മെനഞ്ഞാന്നോ എങ്ങാണ്ടാണ്. ആ ചടങ്ങിന് ഒരു ലോകം കണ്ട ഏറ്റവും വലിയ വേട്ടവാളയന്മാരുടെ ലിസ്റ്റിൽ കിടക്കുന്ന ഒരുത്തൻ അലൻ ജോസ് പെരേരയാണ് വേട്ടവാളി എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിലാണ് വേട്ടവാളി എന്ന് വിളിക്കുന്നത് അറിയാൻ പാടില്ല. ഇവൻ ഈ റിയാക്ഷൻ ചെയ്യുന്ന ആള് അതുല്, പുള്ളി ചെയ്യുന്ന സമൂഹത്തിലേക്ക് കൊടുക്കുന്ന അത്രയും വിഷം, ഒരാളെ പറ്റിയിട്ട് പരത്തുന്ന ഒരു വെറുപ്പ് അത്രയും പോലും ഈ അലൻ ജോസ് പെരേര ചെയ്യാറില്ല. വന്നിട്ട് ഒരു ഫംഗ്ഷനിലും ഡാൻസ് കളിച്ചിട്ട് പോകുന്നു. പുള്ളിക്ക് അതേ ചെയ്യാണ്ടേ പറ്റുള്ളൂ, അത് ചെയ്തിട്ട് പോകുന്നു. അതാണ് വേട്ടവളിയെന്ന് എന്തോ ഭയങ്കര ലോക അപരാധം ചെയ്ത പോലെയൊക്കെ പറയുന്നത്. ഈ കഴുപ്പണം കെട്ടവൻ അവിടെ വന്ന് കിടന്ന് ഡാൻസ് കളിക്കുന്ന അവസാനം രേണുസുധി കൈ കൊടുത്ത് അവൻ ആനയിച്ച് അകത്തോട്ട് കയറ്റുന്നു. ഇത് എന്ത് മത്തങ്ങ പരിപാടിയാണത്? ഞങ്ങളുടെ ഏറ്റവും വലിയ അപരാധമാണ് ഈ പറയുന്നത്. ഒരാൾ വന്നിട്ട് ഡാൻസ് കളിച്ചതാണ്. ഒരു മരണാനന്തര ചടങ്ങാണ്, രണ്ടാമത്തെ ചരമവാർഷികത്തിൽ. അപ്പം അതിൽ ഡാൻസ് കളിച്ച എന്താണ് കുഴപ്പം? നമ്മൾ തമിഴ്നാട്ടിൽ ഒരാളുടെ മരിപ്പിന് അവിടെ ഡാൻസ് കളിച്ചിട്ടാണ്, പല ഡാൻസ് കളിച്ചിട്ടാണ് അവരുടെ ആ ഒരു ചടങ്ങ് നടക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും മരണച്ചടങ്ങ് പല രീതിയിലാണ്, മനസ്സിലായില്ലേ? അത് അവിടുത്തെ ആൾക്കാരുടെ സംസ്കാരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മരണാനന്തര ചടങ്ങ് എന്നുള്ളത് എല്ലാവരുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താം, മനസ്സിലായില്ലേ? ഇതിലാരും തെറ്റും ക്രൂരതയും ചെയ്യുന്നില്ലല്ലോ, ആരെയും ബാധിക്കുന്നില്ല. രേണുസുധി ചെയ്യുന്ന അവരുടെ പേഴ്സണലായിട്ടുള്ള അവരുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അത് വേറെ സമൂഹത്തിൽ ആരെയും ബാധിക്കുന്നില്ല. അതിനാണ് ഇവനെന്തോ ഭയങ്കര വലിയ അപരാധം ചെയ്ത പോലെയൊക്കെ പറയുന്നത്. ഒരാളുടെ ഓർമ്മ ദിവസമാണ് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ച് ആ ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന വെച്ച ആ ഓർമ്മ ദിവസത്തിൽ രേണുസുധി അടക്കം എൻജോയ്മെന്റിൽ നിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് രേണുസുധി അടക്കം എൻജോയ്മെന്റിൽ നിൽക്കണമെന്നാണ് ഇവൻ പറയണത്. ഇവൻ രേണുസുധി അടുത്ത് പോയി ചോദിച്ച്, എന്നിട്ട് രേണുസുധി പറഞ്ഞ്, ഞാൻ എൻജോയ് ചെയ്ത് നിൽക്കണ ചേട്ടാ, ഞാൻ ഡാൻസ് കളിച്ച് നിൽക്കണമെന്ന് പറഞ്ഞ്. അത്രയും ഭയങ്കര ഉറപ്പോടെ കൂടെയാണ് ഇവൻ പറയണത്, മനസ്സിലായില്ലേ? ഒന്ന് അഭിനയിച്ചൂടെ? സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഒരു സമയം ഓടി നടന്ന് ഒന്ന് അഭിനയിച്ചൂടായിരുന്നു എനിക്ക്. അവനെ വേട്ടവാളെ മോനെ പിടിച്ച് നിർത്തിക്കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു. നിന്റെയൊക്കെ ഫ്രണ്ടില് പുള്ളിക്കാരത്തെ അഭിനയിക്കണം എന്തിനാണ്? അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. എനിക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സൊസൈറ്റിയിൽ, വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സൊസൈറ്റിയിൽ നെഗറ്റീവായിട്ട് നടക്കുന്നത്, അതൊക്കെ ചർച്ച ചെയ്യും. അല്ലാണ്ട് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ഇത്രയും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഈ ഒരു സൊസൈറ്റി ഫ്രണ്ടിൽ പോർട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്തിനാണ്? ഇതെങ്ങനെയെങ്കിലും ആൾക്കാർ കാണുമല്ലോ. ഇത്രയും ഹെയ്റ്റ് സ്പീച്ചൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ കാണും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ മെസ്സേജും കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ കുറെ പൊട്ടത്തരം വിളിച്ച് പറയണമെന്നുള്ളൂ. കണ്ട് കൈയടിക്കുന്നു. എന്തുവാണ് ഇത്?
ഈ ഡാൻസ് കളിയും പാട്ട് കൂത്തും പേക്കൂത്തും ഒക്കെ ഈ ഓർമ്മ ദിവസമാണ് ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് വളരെ മോശമായിട്ടൊക്കെ എന്റെ ലാംഗ്വേജ് വരുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്രയ്ക്ക് കണ്ടപ്പോൾ കലി വന്നു. മോശമായിട്ട് ലാംഗ്വേജ് പറഞ്ഞത് നിന്റെ വിവരക്കേടാണ്, മനസ്സിലായില്ല. എനിക്ക് ഈ ലോകത്തിനെ പറ്റിയുള്ള വിവരമില്ല, വളരെ അറിവ് കുറഞ്ഞുകൊണ്ടിട്ടാണ് നീ ഇതിലെ പറയുന്നത്. അവിടെ ഡാൻസ് കളിച്ച് അവര് കൈയടിച്ചെങ്കിൽ എന്താ കുഴപ്പം? അത് പല ആൾക്കാരും മരണം പല രീതിയിലാണ് അവര് ആചരിക്കുന്നത്. ചില ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ചെയ്യും, നമ്മൾ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ മരിക്കുമ്പോഴത്തേക്കും ഡാൻസ് കളിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു മരണച്ചടങ്ങ് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അതൊരാൾ അനുസരിക്കേണ്ട ആവശ്യമാണ്. മറ്റൊരാളുടെ ജീവിതത്തിൽ അത് ബാധിക്കാത്തടത്തോളം അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അതാണ് ഞാൻ ചോദിക്കുന്നത്. വെറുതെ പൊട്ടത്തരം വിളിച്ചിട്ട് പറഞ്ഞത്. സമൂഹത്തിൽ ഒരു ഉന്നത ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി അടക്കം എന്നെ വിളിച്ച് പറയാണ്, നീ ഇതൊന്ന് കണ്ട് നീ ഇതൊന്ന് അഭിപ്രായം പറയുന്നത്. ഞാൻ കണ്ടപ്പോ കിളി പറന്നുപോയി. അപ്പൊ കിളിയൊക്കെ പറക്കാൻ ആൾക്ക് കിളി ഉണ്ടാവുന്നുള്ളതാണ് എന്റെ സംശയം. നോക്കിയപ്പോ ഓർമ്മ ദിവസം നിന്ന് കുണയ്ക്കുക. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ആ മൈമോന്റെ സാധനം ഒന്ന് കൊടുക്കുക. ഇവനെയൊക്കെ ആരടാ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ പിടിച്ചോണ്ടിരുത്തിയിരിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇവനെയൊക്കെ കുറെ എണ്ണം അങ്ങ് നടക്കുക അവന്റെയൊക്കെ പിന്നാലെ. ഇവനെയൊക്കെ പോലെയുള്ള വെട്ടല അവന്റെ ഇരിപ്പ് വശം. ഇതെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറെ യൂട്യൂബേഴ്സ് അലൻ ജോസ് പെരേരയ്ക്ക് എതിരെ റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൻ ജോസ് പെരേര ജസ്റ്റ് ഒരു 10-30 സെക്കൻഡ് ഒരു ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടിയിട്ട് പോകും. അത് നല്ലപോലെ വൈറലാവും, മനസ്സിലായില്ലേ? ഇവന്മാർക്ക് കിട്ടാത്തത്രയും പോലും വൈറലാവും. ഇവന്റെ വീഡിയോക്ക് ഇപ്പൊ എത്ര വ്യൂസ് ഉണ്ട്? 56K വ്യൂസ് ഉണ്ട്, 56,000 വ്യൂസ് ഉണ്ട്, മനസ്സിലായില്ലേ? അതും ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13 മിനിറ്റോളം ലെങ്ത് ഉണ്ട്. അതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യണം. അലൻ ജോസ് പെരേര ജസ്റ്റ് ഒരു ക്യാമറ എടുത്തിട്ട് ഒരു ഡാൻസ് കളിക്കുന്നു. ആ ഡാൻസ് നല്ലോണം കയറി വൈറലാവും, പല പല ചാനൽസ് വരും. അപ്പൊ അത്രയും റീച്ച് ഒന്നും ഇവർക്ക് കിട്ടണല്ലോ. അതിന്റെ കുശുമ്പ് മാത്രമാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് അവൻ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. ഇതേപോലത്തെ ഈഗോ ഇവർക്ക് പല ആൾക്കാരോടും ഉണ്ട്. കാരണം ഇവർ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇത്ര എന്തെങ്കിലും കഷ്ടപ്പെട്ട് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇത്രയും കിട്ടണില്ല. പക്ഷെ അവന് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുറെ ഫങ്ഷൻസിലൊക്കെ മാരേജിലും സ്കൂളിലെന്തോ കോളേജസിലെന്തോ ഫെയർവെല്ലും കാര്യങ്ങളൊക്കെ പുള്ളിനെ വിളിച്ചിട്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത്രയും സംഭവങ്ങളൊന്നും ഇവന് കിട്ടുന്നില്ല. അതിന്റെ ഈഗോ മാത്രമാണ് ഈ പറയുന്നത്. കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മൾ നേരം ഒരു കിടന്ന ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ. എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 ബാക്കിലൊരു ചേച്ചി ചിരിച്ചോണ്ടിരിക്കുന്നു. എന്തൊക്കെയാണോ എന്താ കാണിക്കുന്നത്? ഞാൻ അതിന്റെ ടൈറ്റിൽ ഒന്ന് കൊടുക്കാം. സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസം. സുധിയിലെയും വീടിന്റെ മുന്നിൽ അലിൻ ജോസ് പെരേരയുടെ തകർപ്പൻ ഡാൻസ് കണ്ടിട്ട് രേണു സുധി പറഞ്ഞത് കേട്ടോ? രേണു സുധി പറഞ്ഞത് നമുക്കിനി കേൾക്കണ്ടേ? നല്ല ഒന്നാം തരം പറച്ചിലാണ് അവളും പറഞ്ഞിട്ടുള്ളത്, ഇവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരാളുടെ ഓർമ്മ ദിവസമാണ്. അറ്റ്ലീസ്റ്റ് അന്നൊന്ന് സൈലന്റ് ആയിട്ടിരുന്ന് അവിടെ എന്തെങ്കിലും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ. അതെ, ഇവന്റെ ആ ഒരു ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, സൈലന്റ് ആയിട്ടിരിക്കണം. എടോ, അത് ചില ആൾക്കാർ എന്താ പറയാ, പല ആൾക്കാരും പല പല ടൈപ്പാണ്. ചില ആൾക്കാർ സൈലന്റ് ആയിട്ടിരിക്കും, മനസ്സിലായില്ലേ? ചില ആൾക്കാർ ചിലപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കില്ല. അവര് ചിലപ്പോൾ അവരുടെ ഒരു പങ്കാളി ചിലപ്പോൾ അവരുടെ വ്യക്തിഗതത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കരുത്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അവർ തമ്മിലുള്ള കാര്യങ്ങൾ? ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പ്രാകൃത ചിന്തകളുള്ള ആൾക്കാരാണ്. വിധവകൾ ആയിട്ടുണ്ടെങ്കിൽ വെള്ളസാരി എടുത്ത് ഒരു മൂലക്ക് കരഞ്ഞ് തൂങ്ങിയിരിക്കണം, മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി ആളുടെ ഹസ്ബൻഡ് മരിച്ചിട്ടും പല കാര്യങ്ങളും ഫൈറ്റ് ചെയ്തിട്ട് അവര് സമൂഹത്തിന്റെ മുന്നിലേക്ക് വരണേണ്. അപ്പൊ ആ ഒരു ഇതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് പിടിക്കൂല. എന്തോരം ആ ഒരു പേഴ്സണായിട്ട് ഒരാളോട് സംസാരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ അറിയാം അവരുടെ പിന്നിൽ എന്തോരം പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. ഇവനെന്തോ ഭയങ്കര ഷുവറായിട്ട് അത്രയും ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. രേണുസിനെ പോയി കണ്ട് അടുത്തറിഞ്ഞ് സംസാരിച്ചിട്ട് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻപുട്സ് ഷെയർ ചെയ്യുന്ന പോലെ ഇതിലാണ് ഇവൻ പറയുന്നത്, മനസ്സിലായില്ലേ? ഇത് ഫുൾ ഹെയ്റ്റ് സ്പീച്ചസ് റെഡിയാണ്. ഇത് ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും കാണുന്ന ആൾക്കാർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഓട്ടോമാറ്റിക്കലി രേണുസുദിനോട് വെറുപ്പ് തോന്നും. എന്ത് കാര്യത്തിന്? അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അവര് ആ രീതിയിൽ ആചരിച്ചതിന് അത് സമൂഹത്തിൽ ഒരു രീതിയിലും ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? അവിടെ ഒരാളെ ഹാം ചെയ്യുന്നത്, ഒരാളെ കൊല്ലുന്ന കാര്യങ്ങളൊന്നുമല്ല കാണിച്ചിരിക്കുന്നത്. ആ ഒരു മരണ ദിവസം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ആചരിച്ച് അതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം?
ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ചിന്തയുള്ള ആൾക്കാരാണ്. മനസ്സിലായി, എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോഴത്തേക്കും കൂട്ടം കൂടി ആക്രമിക്കുക എന്നുള്ള ചിന്തയുള്ള കുറേ ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഇവരെയും പെടുത്താണ്ടി പറ്റുന്നത്. അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് സമൂഹത്തിൽ ആരെയും നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും ഇവനെപ്പോലുള്ള ആൾക്കാർ ഇതേ പ്രാകൃതമായിട്ടുള്ള ചിന്തയിലാണ്. അവരെ അടിച്ചമർത്തി ഇവരിങ്ങനെ ചെയ്തുകൂടാ. പഴയ ആ ഒരു പ്രാകൃതമായ രീതിയിൽ ആ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ഒരു മൂലക്ക് അടഞ്ഞുകൂടിയിരിക്കണം. അതാണ് കാര്യം. അതൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ വീടുകളിലൊക്കെ പോയി ആ മരിച്ചുപോയ വ്യക്തി നമുക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടവരാണെങ്കിൽ അയാളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് ആ പഴയ കാര്യം. ഇവിടെ പല ആൾക്കാരും മരണാനന്തര ചടങ്ങ് പല രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ അവർക്ക് അവരൊരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു പ്ലേസിൽ ചിലപ്പോൾ അവർ പോകുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആളുടെ ഫാമിലി പോകുമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലത്തെ റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷൻ നടത്തുമായിരിക്കാം. അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. അത് താൻ ഇങ്ങനെ തന്നെ ആവണമെന്ന് പറയാനായിട്ട് എങ്ങനെ തോന്നുന്നു? ഒരു ദിവസം തീർത്തൂടെ? അന്ന് തന്നെ ഡാൻസും പാട്ടും ഇട്ട് ഉണ്ടാക്കണമല്ലേ? ഡാൻസും പാട്ടും ഇട്ട് കളിച്ചതാണ് ഭയങ്കര അപരാധം. ഉയിര് തൈരും എന്ന് പറഞ്ഞുകൊണ്ട് നടന്നൊരു സമയം രേണുസുതിക്കുണ്ട്. അവന്റെ സ്പ്രേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ സാമാനം അങ്ങ് കയറ്റി വിട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് അടുത്ത് കുറെ ദിവസം കഴിഞ്ഞപ്പോ അത് വേറെ ഒന്നല്ല, ഇവന്റെയൊക്കെ വീഡിയോസിനേക്കാളും നല്ലപോലെ വ്യൂസ് രേണുസുതിയുടെ വീഡിയോയ്ക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അസൂയാണ്, വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ആളെല്ലായിരുന്നിട്ട് എല്ലാ വീഡിയോസും കാണണ്ട. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണമല്ലോ. ഡെയിലി ഇരുന്നിട്ട് ഈ വീഡിയോസ് കാണാം. എന്തെങ്കിലും ഒരു കുറ്റം ഇപ്പോൾ വരും അധികം ഇറങ്ങി പിടിച്ചിട്ടങ്ങാണ്ട് എന്തെങ്കിലും പറയാനാണ്. മനസ്സിലായില്ലേ? അത് ഇതേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ മാത്രമേ ഇതേപോലത്തെ വീഡിയോ സപ്പോർട്ട് ചെയ്യുള്ളൂ. കുറച്ചും കൂടി ബ്രോഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ദഹിക്കൂല. അല്ലെങ്കിൽ ഇവൻ പറഞ്ഞതിൽ എന്ത് കാര്യമാണുള്ളത്? എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടാ ഇവൻ പറയണത്? നിങ്ങൾക്കൊന്നും കൊള്ളൂല ആ ഒരു ലെവലിൽ അത് പോയി. അങ്ങനെ എന്തൊക്കെ കാണിച്ചു കൂട്ട് നോക്കേ. പക്ഷെ ഈ ഒരു പരിപാടി ഇത് രേണുസുതി മാത്രമല്ല, ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഓർമ്മ ദിവസവും ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കരുത്. കല്യാണത്തിന് കാണിക്കേണ്ട കല്യാണത്തിന് കാണിക്കണം, അടിയന്തരത്തിനല്ല വന്ന് കാണിക്കേണ്ടത്. അതുകൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി രേണുസുതി വാഗ്ദാനങ്ങളും വായ്ത്താളങ്ങളും അടിച്ച് കൺഗ്രാജുലേഷനും പറഞ്ഞ് ഈ മോനെ വിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഭയങ്കര ദേഷ്യം. എത്ര ഇടിമിന്നൽ വെറുതെ പോകുന്നു. ഇതിൽ ഇത്രയും കുരുപൊട്ടേണ്ട കാര്യം എന്താണ്? നിനക്കിത് എങ്ങനെയാണ് അവര് ഈ ഒരു സംഭവം ചെയ്യുന്നത്, അവര് വീട്ടിൽ കാണിക്കുന്നത് നിന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്? ഞാൻ നേരത്തെ ചോദിച്ച പോലെ അവരെന്തെങ്കിലും ഒരു നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട, ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാത്തടത്തോളം നിനക്ക് ഇത്രയും കുരുപൊട്ടേണ്ട കാര്യം എന്നാണ്. അത് നിന്റെ അറിവുകേടാണ്. മനസ്സിലായില്ലേ? നീ ഈ വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ നിന്റെ വീഡിയോസിലൂടെ പരത്തിയിട്ട് ആ ആൾക്കാരെ ഇതേപോലെ പോർട്രേറ്റ് ചെയ്യണം. അല്ലാതെ ആ ഒരു ലേഡി എത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടാണ് ഇന്ന് സൊസൈറ്റിയിൽ നിൽക്കുന്നത് എന്നുള്ളതൊന്നും നിനക്ക് അറിയണ്ട. അവരുടെ ലൈഫ് എങ്ങനെയാണെന്നുള്ള സംഭവം നിനക്ക് അറിയണ്ട. നിനക്ക് ആ ഒരു 30 അരമണിക്കൂറിന്റെ വീഡിയോ കണ്ടിട്ട് ആ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് റിയാക്ട് ചെയ്യണം. ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് നിനക്ക് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല. മനസ്സിലായില്ലേ? ഇവന്റെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തത് ചെപ്പെന്ന് തോന്നുന്നു. എല്ലാരും ചിരിക്കുകയാണ്. കോമാളി, പരക്കോമാളി. സുധി നിലയത്ത് വന്ന് ഡാൻസ് കളിച്ച അലന് ഒരുപാട് താങ്ക്സ്. ഉമ്മ കൊടു. അത്രയും പറഞ്ഞാണ് വലിയ അപരാധം. ഞാൻ സാധാരണ എൻ്റെ വീഡിയോസിൽ ആരെയും വ്യക്തിപരമായിട്ട് പൊട്ടൻ മണ്ടൻ എന്നുള്ളതും വിളിക്കാത്തതാണ്. പക്ഷെ ഇതേപോലെ വെറുപ്പ് പറയുന്ന ആൾക്കാരെ ഞാൻ വിളിക്കും. മനസ്സിലായില്ലേ? ഒരാളെ സമൂഹത്തിന് ഫ്രണ്ടിൽ വളരെയധികം വെറുപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന അവന്മാരെ ഞാൻ വിളിക്കും. ഈ കോമാളി ഇവനാണ് കോമാളി. മനസ്സിലായോ? ഇവനാണ് ഇതേപോലത്തുള്ള പൊട്ടത്തരങ്ങൾ വന്നിട്ട് പറയുന്ന കോമാളി. രേണുസുതി അത് ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തെ കൈയടിക്കുന്നുണ്ട്. അവിടെ കാണുന്ന ആർക്കും കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ ഇത്ര കുഴപ്പം? അവിടെ കാണുന്ന ആൾക്കാർ അവരുടെ ആ ഒരു സമയത്തെ മൂഡ് അതിലൊക്കെ ഒന്നും നിനക്ക് എങ്ങനെ പറയാണ്ടി പറ്റും? അതിൽ കയറിയിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണമെന്ന്. മരണം എല്ലാവർക്കും സങ്കടം ഉണ്ടാകുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നമ്മൾ ആ മരണം ആരെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ആൾക്കാരുടെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ചാലേ നമുക്ക് അറിയാണ്ടി പറ്റുള്ളൂ അവർ വിഷമത്തിലാണോ അല്ലെങ്കിൽ സന്തോഷത്തിലാണോ എന്നുള്ളത്.
നാൾക്ക് മുന്നേ ഇറങ്ങിയ മൂവിയാണ് അമരൻ. ആ ഒരു ഫിലിമിൽ എന്താണ്, ആ ഒരു ഓഫീസർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആളുടെ വൈഫാണ് പോയത്. പുള്ളിക്കാരത്ത് കരഞ്ഞുകൊണ്ടാണ് കയറിപ്പോയത്. കരഞ്ഞുകൊണ്ട് കയറിപ്പോകാത്തതിൻ്റെ കാര്യം എന്താണ്, ആ ഒരു ഫംഗ്ഷനിൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന വ്യക്തികൾക്ക് എന്താണ് തോന്നുക, ഇവൾക്ക് ആളെ മരിച്ചിട്ട് സങ്കടമൊന്നുമില്ല, ഇവൾക്ക് ഇപ്പോഴും അഹങ്കാരമാണ്, ഇവൾക്ക് ചിലപ്പോൾ വേറൊരു റിലേഷൻ ഉണ്ട്, അങ്ങനെ സമൂഹം നോക്കിക്കാണുമ്പോഴത്തേക്കും പലതും പറയും. പക്ഷേ അവൾ കരയാത്തതിൻ്റെ റീസൺ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഓൾറെഡി ആ സോൾജറിന് അറിയാം എപ്പോഴാണെങ്കിലും പുള്ളിയുടെ ലൈഫ് എപ്പോഴാണെങ്കിലും പോകാമെന്ന് അറിയാം. അപ്പോൾ ഓൾറെഡി വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നീ കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത് പുള്ളിക്കാരത്തേക്ക് വിഷമില്ലായിട്ടല്ല കരയാത്തത്. അത് ആ ഒരു പാർട്ട്ണറിനോട്, പുള്ളിക്കാരത്തിൻ്റെ പാർട്ട്ണറിനോട് കൊടുത്തിട്ടുള്ള ആ ഒരു പ്രോമിസ്, അല്ലെങ്കിൽ ആ പാർട്ട്ണർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സത്യസന്ധതയാണ് കരയാത്തത്. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ സുധിയും തമ്മിൽ എന്തായിട്ടുണ്ടാവും, മനസ്സിലായി? പല കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ തനിക്ക് നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ തനിക്ക് എന്തറിയാം ഇതിനെ പറ്റിയിട്ട്? അമ്പലം എന്ന് പറഞ്ഞ ഫിലിമിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ. അതുകൊണ്ടാണ് അവള് ആ ഒരു പുള്ളിയുടെ ഡെഡ് ബോഡി വന്ന സമയത്തും പിന്നെ ഫംഗ്ഷനിൽ ആ ഒരു അവാർഡ് പുള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും കരയാണ്ട് നല്ല ധീരതയുള്ളൊരു വനിതയെ പോലെ പോകുന്നത്. അതേപോലെ ആണെന്നുണ്ടെങ്കിലും ഇത് താൻ എന്താണ് പറയുന്നത് തനിക്ക് വലിയ ബോധമുണ്ടോ? ഒരു വീഡിയോ ഞാൻ ഇത്രയും റിയാക്ട് ചെയ്യുന്നുള്ളൂ, കാരണം ഇത് ത്രൂ ഔട്ട് ഒന്നുമില്ല, വെറുതെ ഗ്യാസ് അടിച്ച് വിടുന്നത്. മനസ്സിലായി? ഈ സംഭവം തന്നെ വെറുപ്പ് തന്നെ പരത്തിക്കൊണ്ടിരിക്കണം. ആ ഒരു മരണത്തിൽ ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ഇവൻ ഫുള്ള് വെറുപ്പ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ കുറേ ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഞാൻ ഓരോ ആൾക്കാരുടെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇടാം. ബേസിക് മോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ വ്യക്തി എന്തും ചെയ്തോട്ടെ, ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിനെ വിമർശിക്കുക, മനസ്സിലായില്ലേ? പക്ഷെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആ ഒരു വ്യക്തിയോട് വെറുപ്പ് തോന്നരുത്. അതെൻ്റെ ഒരു പൊളിറ്റിക്സ് ആണ്, അതെൻ്റെ ആശയമാണ്. ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്ത് തെറ്റ് ചെയ്ത ആളെയാണെന്നുണ്ടെങ്കിലും അവരെ നമ്മൾ തിരിച്ച് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരിക, മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളെ തല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളുണ്ടാവും, മനസ്സിലായി? പല പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാവും. നമ്മൾ അതിനൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഇയാളെ കൊന്നു, അതുകൊണ്ടിട്ട് ഇങ്ങനെ സമൂഹത്തിന് ഫ്രണ്ടിൽ വെറുക്കണം എന്നുള്ള സംഭവം. ഇപ്പോൾ ഒരു കൊലയാളിക്ക് എന്താണ്, എല്ലാ കൊലയാളികൾക്കും ഒരേ ശിക്ഷ കിട്ടുന്നില്ല കോടതിയിൽ. പല ആൾക്കാർക്കും പല ശിക്ഷകൾ കിട്ടും. ചിലരെ തൂക്കിക്കൊല്ലാൻ വിധിക്കും, ചിലവർക്ക് ഇരട്ട ജീവപര്യന്തം കൊടുക്കും, ചിലവർക്ക് കുറച്ച് വർഷങ്ങൾക്കോളം ശിക്ഷ കൊടുക്കും. അപ്പം അതിൻ്റെ റീസൺ എന്താ കാര്യം? എല്ലാവരും ഒരേപോലെ ശിക്ഷിക്കണ്ടേ? കൊന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ ശിക്ഷിക്കണ്ടേ? ഇതിൽ കോടതി നോക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് കൊന്നത്, എന്തൊക്കെ കാരണങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ തന്നെ പകയും വിദ്വേഷമുണ്ടോ, എത്ര പേരെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു അവരുടെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണോ, അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു ലീഗൽ സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്ത ആൾ അവർ സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ വെറുക്കപ്പെടാണ്ട് പാടില്ല. അവർക്ക് തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കണം. ശിക്ഷ കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു തെറ്റിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പറ്റുകയും വേണം. സെയിം അവർക്ക് ആ ശിക്ഷ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വരാനും പറ്റണം. ഇവനെപ്പോലുള്ളവന്മാർ ശിക്ഷ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ആ ആളെ മാനസികമായിട്ട് പിരിമുറുക്കം കയറ്റി സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ട് ആ ഒരു വ്യക്തിനെ ശിക്ഷ കഴിഞ്ഞ് വന്ന വ്യക്തിനെ ഉറപ്പായിട്ടും തൂങ്ങി മരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നിലയിലൊക്കെ ആക്കും. മനസ്സിലായി? എന്തോരം നിരപരാധികൾ ജയിലിൽ കിടക്കുന്നുണ്ട്, പോക്സോ കേസിലും കള്ളക്കേസിലൊക്കെ. അതിൽ വാർത്ത വരുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിനെ ഇതേപോലെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള വീഡിയോസും വെറുപ്പും കാര്യങ്ങളും അവരുടെ ബന്ധുക്കളും അയൽവാസികളും അവരെ ഒറ്റപ്പെടുത്തും. എന്നിട്ട് വെറുതെ വിട്ട് കഴിയുമ്പോഴത്തേക്കും സെയിം മെൻറ്റാലിറ്റിയാണ്, ഇന്ന കേസിൽ പിടിച്ച പ്രതിയല്ലേ. കേസിൽ ആരെ വേണമെങ്കിലും പിടിക്കാം, ആര് വേണം പ്രതിയാവാം, ഞാനോ നിങ്ങളാവാം. പക്ഷെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നുള്ളതാണ്. കോടതി ഒരാളെ കുറ്റം പറയുന്നവരെ അയാൾ ഗിൽറ്റി അല്ല, അല്ലെങ്കിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്ന്, ശിക്ഷ കഴിഞ്ഞ ആളെ പിന്നെയും വരുന്ന ശിക്ഷിക്കുന്നത്. അതിനൊരു ലീഗൽ സിസ്റ്റം ഇല്ലേ? ലീഗൽ സിസ്റ്റം നമുക്ക് ശിക്ഷിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ കോടതിയുടെ ആവശ്യം എന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആശയങ്ങളൊക്കെയാണ് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ എൻ്റെ ആശയങ്ങളോട് ഒട്ടും യോജിക്കാത്ത വീഡിയോസ് കണ്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിലൂടെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു, രേണു സുധിയുടെ മുൻ വൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വോയിസ് വിടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ആളുടെ പേരില്ല, ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. അത് കണ്ടിട്ട് കുറേ യൂട്യൂബേഴ്സ് അതിൽ എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്യണം.
എന്ത് പൊട്ടന്മാരാന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു ആ ചാനലിൽ ആ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർ തന്നെ ഏറ്റവും വലിയ മണ്ടന്മാര്. കാരണം ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് വേണ്ടേ, ആരാണെന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ബ്ലർ ആയിട്ടെങ്കിലും കാണിക്കുകയില്ല. ഇവരുടെ അടുത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് എന്തിനു വിട്ട് ഇതൊക്കെ ഇത് തന്നെ എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കണം, മനസ്സിലായി. എന്തെങ്കിലും സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാനായിട്ടൊന്നുമല്ല, ഹെയ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന വീഡിയോസിന് ഉറപ്പായിട്ടും ഇതേപോലെ തന്നെ പ്രതിഷേധിക്കും, ഇതേപോലെ തന്നെ പ്രതികരിക്കും. അതിൽ നിങ്ങൾ ഒരു വെറുപ്പ് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെ ഇന്നലെ രേണുസുധിര ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതേപോലുള്ള പറഞ്ഞമാർക്കുള്ള മറുപടിയാണ് രേണുസുധി പറയുന്നത്. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. കമന്റ് ഇടുന്നവരുണ്ടല്ലോ, ഈ ഞാലിയകുഴിക്കാര് തന്നെയാണ്, എല്ലാരും ഇല്ല. ഞാൻ ആ പേരെടുത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ്, കുറെ അനുഭവിച്ചതാണ് ഞാൻ. രേണുസുധി ഒരു തൊള്ളി താഴത്തില്ല, ഇത് കണ്ട ഡൗണും ആകത്തില്ല. കാരണം അനുഭവിക്കുന്നതിന്റെ മാക്സിമത്തിന് അപ്പുറം അനുഭവിച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ. ഞാനത് നിഷേധിക്കുന്നുമില്ല. ഈ പാസ്റ്റർ ഇതിൽ രേണുസുധിയുടെ പാസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കേണ്ട അപ്പുറം അനുഭവിച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലും അറിയാൻ പാടില്ലാത്ത അവന്മാരാണ് വെറുതെ വന്നിട്ട് എന്തെങ്കിലും ഒരു 30 അരമണിക്കൂറിന്റെ വീഡിയോ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരടിസ്ഥാനമില്ലാത്ത വീഡിയോസിനെയാണ് ഞാൻ ഇതേപോലെ വിമർശിക്കുന്നത്. നമുക്കപ്പോൾ ബാക്കി കണ്ടു നോക്കാം. ഈ പാസ്റ്റർ ആരാന്ന് ഇവര് പറയണം, എനിക്കറിയത്തില്ല. ഞാനൊരു പാസ്റ്ററിനെ വിവാഹം ചെയ്തിട്ടില്ല. എന്നെ രേണുസുധിനെ മാരേജ് ചെയ്യണേ മുന്നേ രേണുസുധി പാസ്റ്ററിനെ വിവാഹം ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. മനസ്സിലൊരു സോങ്, അത് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 നടന്മാരും അതേപോലെ തന്നെ രേണുസുധി നടിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരാളുടെ ഫോട്ടോയും രേണുവായിട്ട് നിൽക്കുന്ന ഫോട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ആളുടെ ഫേസൊക്കെ വെച്ചിട്ട് ഇതാണ് രേണു നേരത്തെ മാരേജ് ചെയ്ത സുധിനേക്കാളും മുന്നേ മാരേജ് ചെയ്ത പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ പുഴുക്കുത്തിലുള്ള അവരുടെ നാട്ടിലുള്ള മനസ്സിലായില്ലേ, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടേ കൈതിരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗോസിപ്പും റൂമറൊക്കെ ഇറക്കി വിടണമല്ല. അങ്ങനത്തെ തെണ്ടികളാണ് ഇത് ചെയ്യണത്, മനസ്സിലായില്ലേ. വളരെ ഒട്ടും നാണല്ലെത്താൻ പറയാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം നിനക്കൊക്കെ ഇതേപോലുള്ള കാര്യം ചെയ്യേണ്ടത്, ബാക്കി കണ്ടുനോക്കാം. പിന്നെ എന്റെ പാസ്റ്റ്, എന്റെ ലൈഫിൽ സംഭവിച്ച A to Z എന്റെ സൂചിയുടെ വീട്ടുകാർക്കും സൂചിയുടെ അറിയാം. പുള്ളിക്കാരത്തിയുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ സുധിക്കും അതേപോലെ തന്നെ സുധിയുടെ വീട്ടുകാർക്ക് അറിയാന്നുള്ളതാണ് രേണുസുധി പറഞ്ഞത്. അത്രയും പോലെ നിന്നെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താണ്? നീയൊക്കെ ആരാണ് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ട് ഇടപെടാനായിട്ട്? ഒരു സമൂഹത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത ഒരു കാര്യം അവർ ചെയ്യുമ്പോഴത്തേക്കും നീയൊക്കെ ആരാണ് അവരുടെ പേഴ്സണൽ ഇതിൽ വന്നിട്ട് പറയാനായിട്ട്? നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ട്? അറിയാം, മനസ്സിലായോ? എന്നിട്ടാണ് ഞാൻ ആരെ പറ്റിച്ചിട്ടോ വെട്ടിച്ചിട്ടോ ഒന്നുമില്ല. ആരും എന്നോട് ഈ ഒരു ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആരും എന്നോട് ചോദിച്ചില്ല. ഇപ്പൊ കുറെ വിവാദങ്ങൾ ഞാൻ ഇനി വളർന്നു വരുവോ, കണ്ണിക്കടിയുള്ള കുറെ എണ്ണം ആണ് ഈ കമന്റ്സിലൂടെ ഈ ഏതാണ്ട് വലിയ സംഭവം. ആ കമന്റ് കുറെ എണ്ണം എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നവർ മാത്രം. കുറെ എനിക്ക് നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളെ വ്ളോഗ് കാണുമെന്ന്, നിങ്ങൾക്ക് വ്യൂസ് തരുമെന്ന്. രേണുസുധി ഇതൊന്നും കാണത്തില്ല. പക്ഷെ എനിക്ക് ഈ ഹെഡിങ് വായിക്കുമ്പോഴേ അറിയാലോ ഇതിനകത്ത് എന്നെ ദൈവമാരി പറഞ്ഞു വെക്കുന്നു. കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം, അവരോടാണ് ഞാൻ പറയുന്നത്. നിന്റെയൊക്കെ വീട്ടിലെ ആർക്കേലും ഈ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം നീയൊക്കെ എടുത്ത് വ്ളോഗ് ആക്കുമോ? ഇത് നിന്നെയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു ഞാൻ ഒരുത്തരോട് നീ എന്നോട് വന്ന് ചോദിച്ചോ ഞാൻ കേറെ കെട്ടിയിട്ടുണ്ടോ എന്നെ ഇനി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ പറഞ്ഞമാര് പോയിട്ട് ഇവരുടെ ചോദിച്ചിട്ടില്ല. ഇവർക്ക് എപ്പോഴും വേണമെങ്കിലും രേണുസുധിയുടെ അടുത്ത് ഒരു നമ്പർ ഒപ്പിച്ചിട്ട് വേണം വിളിച്ച് ചോദിക്കാം. ചോദിക്കാണ്ട് ഇവന്മാരുടെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് തട്ടിവിട്ടിട്ടാണ് ആൾക്കാരുടെ ഫ്രണ്ടിൽ വെറുപ്പും നോണയും വിദ്വേഷം പ്രചരിപ്പിക്കാനുണ്ട്. ഇങ്ങനത്തെ നികൃഷ്ട ജന്മങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒട്ടുമിക്ക ആൾക്കാർ, എല്ലാവരും അല്ല, ഇതേപോലെ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സ്. ഇവനൊരെണ്ണമാണ്. ഇതേപോലത്തെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം. നമുക്ക് ബാക്കിയുണ്ട് നോക്കാം. എനിക്ക് അങ്ങനെ ഒരു പാസ്റ്റുമായിട്ട് ബന്ധമില്ല എനിക്ക്. അപ്പോൾ ഈ തരത്തിൽ ചേച്ചിയുടെ ലൈഫിൽ ഒരു ആദ്യ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് ചേച്ചിയുടെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെയാണോ ഈ തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത്? രണ്ടാണെങ്കിലും മൂന്നാണെങ്കിലും ഇവർക്ക് എന്നാ പ്രശ്നം എന്നോട്? അതെ, ആ ഒരു ഇന്റർവ്യൂവർ സമൂഹത്തിൽ ഇതുപോലെ കമന്റ്സിൽ വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് രേണുസുധിനോട് ചോദിക്കുന്നത്. രേണുസുധി ചോദിച്ചതിനാണ് കറക്റ്റ്. എന്താണെന്ന് നിങ്ങൾക്ക് എന്താണ് അവരെ അത് മുന്നേ നടന്ന കല്യാണമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും വേറെ എന്തോ ആയിക്കോട്ടെ,
അത് നിങ്ങൾക്ക് ബാധിക്കാത്തടത്തോളം നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്ന് അവര് ബോധിപ്പിക്കേണ്ട ആൾക്കാരെ ബോധിപ്പിച്ചിട്ടുണ്ട്. സുധിയുടെ വീട്ടുകാരെയും മോനെയും ബോധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? എന്താണ് പ്രശ്നം ചെയ്യാനുള്ള ഇത്? പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ച അവന്റെ അതുൽ എന്ന് പറഞ്ഞ വീഡിയോ ഇറങ്ങിയിട്ട് 3-4 ദിവസമായി. ഏകദേശം 36,000 വ്യൂസ് ഉള്ളൂ. പക്ഷേ ഈ രേണുസുധിയുടെ ഈ ഒരു ഇന്റർവ്യൂ ഇന്നലെ ഇറങ്ങിയതാണ്. 17 മണിക്കൂറായിട്ടുള്ളൂ. ഇപ്പോഴത്തേക്കും തന്നെ 1,500,000 അടുത്തോളം വ്യൂസ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിന്റെ ചെറുക്കാണ് ഇവന്മാർക്ക്, അല്ലാണ്ട് വേറെ ഒരു തേങ്ങയില്ല. ഇവനെ പറ്റി പറഞ്ഞാല് കാര്യങ്ങളിൽ ഒരു കഴമ്പുമില്ല. ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നേ. ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് ഉപയോഗിക്കാൻ കാരണം ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട്, 2 മക്കളുള്ളതാണ്. എന്റെ ഭർത്താവാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആൾ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് മുന്നേ 2 ദിവസം മുന്നേ അടുത്ത ആരോപണം സുധിച്ചേട്ടന്റെ വിവാഹത്തെ പറ്റി അടുത്തത് കല്യാണരാമനാണ്, കളിയാക്കലാണ്. ഈ മരിച്ചുപോയ വ്യക്തി, മരിച്ച് മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അത് ഏക്കുന്നില്ല എനിക്ക്. അപ്പൊ ഈ ഒരു വീഡിയോ അത് നിങ്ങൾ തന്നെ പോയിട്ട് ഫുള്ള് കാണുമ്പോഴത്തേക്ക് മനസ്സിലാൻ പറയുകയാണ് സുധി പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്. അപ്പൊ മനസ്സിലായില്ല, ആ ഒരു കോൾ റെക്കോർഡ്, ആ ഒരു രേണുവിനേക്കാളും മുന്നേ മാരേജ് ചെയ്തിരുന്ന ആ ഒരു സ്ത്രീയുടെ കോൾ റെക്കോർഡ്, അത് ഒരു തെളിവില്ലാത്ത രീതിയിലാണ് ഒരു മീഡിയ പുറത്തുവിട്ടേക്കുന്നത്. അത് അവന്മാർക്ക് എന്താ പറയാ, സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ചോദിച്ചിട്ട് ആ വീഡിയോ വിട്ടാനെ, എന്തെങ്കിലും ഒരു മാരേജ് സർട്ടിഫിക്കറ്റാ, പേരാ, ഫോട്ടോയാ എന്തെങ്കിലും കാണിക്കണ്ടേ. അപ്പൊ അത് ഒന്ന്. പിന്നെ ഈ അതുലിനെ പോലത്തെ കുറെ ഹെയ്റ്റ് സ്പീച്ച് സ്പ്രെഡ് ചെയ്യുന്ന വ്ളോഗേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. ഇവരുടെ വീഡിയോസിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക, അധികം ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ആ വ്യക്തിയോട് വെറുപ്പാ തോന്നുന്നത്. നമ്മൾ പ്രാകൃതമായിട്ടുള്ള സമൂഹമല്ല, നമ്മൾ ആധുനിക രീതിയിൽ പല ടെക്നോളജിയിലും പല കാര്യങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനത്തെ വെറുപ്പ് പ്രചരിക്കുന്ന വീഡിയോസ് നിങ്ങൾ മാക്സിമം കാണാണ്ടിരിക്കുക. ഇവരുടെ ചാനലിൽ നിങ്ങൾ പോയിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യുക, ആ വീഡിയോസ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നുള്ളൂ. എൻ്റെ സെയിം ആശയത്തോടാണ് നിങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അതേപോലെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെയും പ്രാകൃതമായിട്ടുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇതേപോലെയുള്ള ആൾക്കാരുടെ വീഡിയോസ് ഫോളോ ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് എല്ലാവരും വിമർശിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ വിമർശിക്കാൻ എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്താണ്? അത് സമൂഹത്തിൽ ഒന്നെങ്കിൽ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാം ചെയ്യുന്നുള്ള രീതിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളൊരു ആൾ കാണുമ്പോഴത്തേക്കും അവരെ നെഗറ്റീവായിട്ട് ഒരാളെ കൊല്ലാനായിട്ടോ അവരെ തോന്നിക്കാത്തടത്തോളം നമ്മൾ ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നത്. അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അത് അത്രത്തോളം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെയ്യുവാണ്. നിങ്ങളപ്പോൾ ചിന്തിക്കുക, ഈ കാര്യം പറ്റി ചിന്തിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.